പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ സ്വർണ്ണക്കടത്ത് ഇടപാടുകളിലെ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് PV അൻവർ MLA. തെളിവുകൾ ഇല്ലാതാക്കാൻ കൊണ്ടോട്ടിയിലെ ഉണ്ണികൃഷ്ണൻ എന്ന സ്വർണ്ണപ്പണിക്കാരൻ സാധനങ്ങൾ എടുത്തുമാറ്റുന്ന ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്നും അൻവർ അവകാശപ്പെട്ടു. SP സുജിത് ദാസ് അവധിയിൽ പോയത് തെളിവുകൾ അട്ടിമറിക്കാനാണെന്നും PV അൻവർ ആരോപിച്ചു. പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം പ്രതിക്കൂട്ടിലാക്കിയായിരുന്നു PV അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ. ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കുപറ്റിയുള്ള സ്വർണ്ണക്കടത്തിന്റെ അണിയറ കഥകളാണ് PV അൻവർ വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഈ ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിക്കും മുമ്പ് തന്നെ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് PV അൻവർ പറഞ്ഞു. നിങ്ങൾ കൊണ്ടോട്ടിയിലൊരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട്, ഉണ്ണി. ഈ കസ്റ്റംസിൻ്റെ അപ്രൈസറാണ് ഉണ്ണി. ഇന്നലെയും മിനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കടത്താണ്. ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന അവിടെ കൊണ്ട് അപ്രൈസ് ചെയ്യുന്ന ഉരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണിക്കാരന് ഗോൾഡ് സ്മിത്ത്, അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി. അതിൻ്റെ രാത്രി എടുത്ത വീഡിയോസ് ഉണ്ട് നമ്മളെ കയ്യിൽ. അവനെ പിടിച്ചാൽ അറിയും ഇതിൻ്റെ ഒന്നാം ഘട്ടം. അവിടെ തെളിവ് നശിപ്പിക്കുക. സ്വർണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ആപ്പിൻ്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട്. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സുജിത് ദാസ് എന്തിനാ 3 ദിവസം ലീവിന് പോയത്? ഈ വിഷയം ഉണ്ടായപ്പോൾ സുജിത് ദാസ് പോയില്ല IPS ലീവിന്. എന്തിനാ പോയത്? അന്നേ പറഞ്ഞല്ലോ ഞാൻ. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസ് നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്വർണം പിടികൂടിയിരുന്നതെന്ന് ഗോൾഡ് അപ്രൈസർ ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സ്വർണം പരിശോധിക്കാൻ വരുന്നത് കരിപ്പൂർ CIയും പോലീസുകാരുമാണെന്നും ഉണ്ണി പറഞ്ഞു. എല്ലാ സുജിത് ദാസ് സാർ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. എൻ്റെ അടുത്തേക്ക് കരിപ്പൂർ CIയും പോലീസുകാരാവില്ല. അല്ല, അവര് പറഞ്ഞില്ല, അവര് അയാളുടെ ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഇവര് കുടിക്കുകയാണ്. അതെ അതന്നെ, ആ സ്വർണം തന്നെ. അതൊക്കെ നിങ്ങളുടെ അടുക്കലേക്കാണ് വന്നത്. ഇപ്പൊ ഈ സുജിദാസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ വന്നിട്ടുണ്ട് നിലവിൽ തന്നെ. അല്ല, അതൊക്കെ നമ്മളതിന് സുജിദാസിനൊന്നും അറിയില്ലല്ലോ. അയാൾ SP ആണെന്നുള്ളതല്ലേ അറിയുള്ളൂ. ഈ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ വരാറുണ്ടോ? എൻ്റെ അടുത്ത് കരിപ്പൂര് CIയും പോലീസും ഒരു 3-4 ആളുണ്ടാവുമല്ലോ ഒരു ഒരുക്കാൻ വരുമ്പോ. പോലീസ് പിടികൂടുന്ന സ്വർണത്തിൽ വലിയ അളവിൽ ക്രമക്കേട് നടന്നുവെന്നാണ് PV അൻവറിന്റെ മറ്റൊരു വെളിപ്പെടുത്തൽ. രൂപമാറ്റം വരുത്തേണ്ടതില്ലാത്ത സ്വർണം പോലും പോലീസ് ഒരുക്കിയിരുന്നതായും ഇതിലൂടെ വലിയ തട്ടിപ്പ് നടന്നുവെന്നുമാണ് PV അൻവറിന്റെ ആരോപണം. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം. റിപ്പോർട്ടർ, മലപ്പുറം.